അപ്പോൾ നൈറ്റിൽ നമ്മൾ നല്ല തട്ടുകട തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ കോഴിക്കോട് ബീച്ചിൻ്റെ സൈഡിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് സഹോദരിമാർ നടത്തുന്ന ഒരു കട ഞാൻ കണ്ടു. ഒരു ചെറിയ തട്ടുകടയാണ്. കഴിക്കാനായിട്ട് നല്ല തട്ടുദോശ ഉണ്ട്, പുട്ടുണ്ട്, പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവരെല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഐറ്റംസുകളാണ്. തീരുന്നതിനനുസരിച്ചിട്ട് ചിക്കൻ ഡ്രൈ ഫ്രൈ ഒക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാ ഓംലെറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം. ഇത് ചിക്കൻ ഗ്രേവിയാണ്. ഇത് ബീഫല്ലേ? ഇത് ബീഫ് എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരണല്ലേ? അപ്പോൾ ഇതാണ് ആള്, നിങ്ങളെ സിസ്റ്റേഴ്സ് അല്ലേ ഇതൊക്കെ? അവരെ പുള്ളീൻ്റെ സഹോദരിമാരാണത് മൊത്തം. ബീഫ് ഫ്രൈ ഉണ്ട്. ഇതെന്താ മസാലക്കറി അല്ല, നമ്മളെ മറ്റേ സാമ്പാർ ചട്നി ഉണ്ട്. തക്കാളി ചട്നി അല്ലേ? ഓക്കെ. പിന്നെ ഓംലെറ്റ് ഒരു സൈഡിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഡ്രൈ ഫ്രൈ അല്ലേ? CDF. ഇത് ചിക്കൻ പൊരിച്ചത് കേട്ടോ, ചിക്കൻ പൊരിച്ചതുണ്ട്. ഓക്കെ. കൈ കഴുകാൻ സൗകര്യം അവിടെ അല്ലേ? ഓക്കെ. ചട്നി. ഓക്കെ. നല്ല ചൂട് തട്ടുദോശയും ചട്നിയും, തക്കാളി ചട്നി ഉണ്ട്. പിന്നെ നമ്മളെ തേങ്ങ ചട്നി അല്ലേ? പിന്നെ സാമ്പാർ. ഞാൻ ഓംലെറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സഹോദരിമാർ എല്ലാവരും കൂടെ രാവിലെ വേറൊരു ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ തട്ടുകട ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഞാൻ റോഡിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് ഇത് കണ്ടത്. കൊള്ളാട്ടോ. ഈ തക്കാളി ചട്നി ഇല്ലേ, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നല്ലേ? കൊള്ളാട്ടോ. അത് എനിക്കുള്ള ചേച്ചിയാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്? അത് ശരി. ഭക്ഷണം ഉണ്ടാക്കുന്ന ലീഡർ അല്ലേ? ഓക്കെ, താങ്ക്സ്. നല്ല ചൂട് തട്ടുദോശയും പിന്നെ ഓംലെറ്റ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബീഫുണ്ട്, പിന്നെ ചിക്കൻ ഡ്രൈ ഫ്രൈ ഉണ്ട്. നമ്മളെ കോഴിക്കോട് ബീച്ചിൻ്റെ ഓപ്പൺ സ്റ്റേജിൻ്റെ നേരെ തൊട്ടടുത്ത് തന്നെ, ക്രോസ് ചെയ്ത് വന്ന പാടെ തന്നെയാണ് ഈ തട്ടുകട. മുളക് അടിച്ചു. എത്ര മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും? 6-7 മണി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ. വൈകുന്നേരം ഒരു 6-7 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും കട. എന്നിട്ട് ഒരു 12 മണി വരെ അല്ലേ? അപ്പോഴേക്കും എല്ലാം ക്ലോസ് ആവും. ചിലപ്പോൾ തീരുന്ന വരെ ഉണ്ടാവും അവർ കച്ചവടം കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും കുടുംബത്തോടെയാണ് കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യണത്. വേറെ ജോലി കഴിഞ്ഞതിന് ശേഷം ഇതിന് അല്ലേ? വൈകുന്നേരം ആവുന്ന സമയത്ത് ഇതിനിറങ്ങും. അപ്പോൾ ഞാനിങ്ങനെ പാസ് ചെയ്യുന്ന സമയത്താണ് ഇവരെ കണ്ടത്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ശരിക്കും സിസ്റ്റേഴ്സ് ആയിരിക്കും എന്നുള്ളത്, മുഖച്ചായ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ്, ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല ഭക്ഷണമാണ്. അപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ തൊട്ട സൈഡിൽ തന്നെയാണ് ഓപ്പൺ സ്റ്റേജിൻ്റെ. ഓപ്പൺ സ്റ്റേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ചെറിയ തട്ടുകട ഉള്ളത്. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കുക, അഭിപ്രായം കാര്യങ്ങളും അറിയിക്കുക. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ മസാലയും കാര്യങ്ങളും എല്ലാം ഇവർ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. ചട്നിയും പിന്നെ തേങ്ങാ ചട്നി ആയാലും എല്ലാ ചട്നിയും കാര്യങ്ങളും ഒക്കെ ഇവർ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഒരു ഹോംലി ഫുഡ് തന്നെയാണ്. കുറച്ച് സഹോദരിമാരും പിന്നെ ചേട്ടനും ഒക്കെ നടത്തുന്ന കട. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.